ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ, നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി ബൈബിൾ തുറന്ന് ആദ്യം കാണുന്ന ഭാഗം വായിക്കുന്നത്. ഇത് അന്ധവിശ്വാസമാണോ അതോ വെളിപാട് തന്നെയാണോ? ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ജീവിതത്തിലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവഹിതം അറിയുന്നതിനു വേണ്ടി വിശുദ്ധ ഗ്രന്ഥം പ്രാർത്ഥനാപൂർവം എടുക്കുകയും നിവർത്തി ആദ്യം കാണുന്ന ഭാഗം വായിക്കുകയും ചെയ്യുന്ന രീതി എല്ലാ ആത്മീയരുടെയും പതിവാണ്. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് കൗൺസിലുകളിൽ പങ്കെടുക്കുമ്പോൾ സാധാരണയായി കണ്ടുവരുന്ന രീതിയാണ് ഇത്. പ്രത്യേക വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായം എന്ത്, ദൈവം എന്താണ് നമ്മോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നെല്ലാം അറിയാനാണ് നാം ഇപ്രകാരം ചെയ്യുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ ഇത് ശരിയാണോ? അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഇത്തരമൊരു സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബെർണാഡിന് ഒരാഗ്രഹം, തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ദാനം ചെയ്യണമെന്നും പിന്നീട് ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്നും. ഇക്കാര്യത്തിൽ ദൈവഹിതം അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം ഫ്രാൻസിസിനെ സമീപിച്ചത്. അടുത്ത ദിവസം കുർബാനയിൽ പങ്കെടുത്തതിനു ശേഷം മറുപടി നൽകാമെന്ന് ഫ്രാൻസിസ് മറുപടി നൽകി. അടുത്ത ദിവസം പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി ഫ്രാൻസിസ് ഈ വിഷയം അവതരിപ്പിച്ച് ബൈബിൾ തുറന്നു. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഫ്രാൻസിസിന് ലഭിച്ചത്. കൂടുതൽ വ്യക്തതയ്ക്കു വേണ്ടി അദ്ദേഹം രണ്ടാം വട്ടവും ബൈബിൾ തുറന്നു. അപ്പോഴും ലഭിച്ചത് അതുതന്നെ. മൂന്നാം വട്ടവും അങ്ങനെ സംഭവിച്ചു. അതോടെ ബെർണാഡിൻ്റേത് ദൈവഹിതമാണെന്ന് ഫ്രാൻസിസിന് മനസ്സിലായി. ഇതുപോലെ ലിസ്യുവിലെ തെരേസയുടെ ജീവിതത്തിലും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കണം. ലോട്ടറി എടുക്കുന്നത് പോലെയോ നറുക്കിടുന്നത് പോലെയോ അല്ല ബൈബിളിൽ നിന്ന് സന്ദേശം സ്വീകരിക്കേണ്ടത്. ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ബൈബിൾ എടുത്ത് സന്ദേശം സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കുക, വിവേകത്തോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി ബൈബിളിനെ സമീപിക്കുക. ബൈബിൾ ദൈവവചനമാണ്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളും അറിയുന്ന ദൈവം അതിലൂടെ നമ്മോട് സംസാരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബൈബിൾ തുറന്ന് സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് തെറ്റല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി ചാറ്റ് ബോക്സിൽ ഒരു പ്രെയർ റിക്വസ്റ്റ് എഴുതിയിട്ടു. അതിങ്ങനെയായിരുന്നു: ചേച്ചിയുടെ മകൻ്റെ ഒരു കണ്ണിന് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടതാണ്, മറ്റേ കണ്ണിന് 10% മാത്രമാണ് കാഴ്ചയുള്ളൂ. ആ മകൻ ആ ഉള്ള കാഴ്ച വെച്ച് പഠിച്ച് ഇന്ന് PhD വരെ, ആ ഒരു ലെവലിൽ വരെ എത്തി PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ അത് അധ്യാപകരുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ട ദിവസമാണ്. കാഴ്ചക്കുറവ് കൊണ്ട് അത് എങ്ങനെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ ഈ അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. അതിനായിട്ടായിരുന്നു ഞങ്ങളോടൊരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടത്. അന്ന് ഞാനായിരുന്നു പ്രെയർ ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, കാഴ്ചക്കുറവുള്ള ഈ മകനു വേണ്ടി അടുത്ത രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വചനമാണ് ഈ മകനു വേണ്ടി ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നത് അന്ധനെ സുഖപ്പെടുത്തുന്ന ആ ഒരു വചനഭാഗം, അത് മാത്രമാണല്ലോ ഈശോ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ മകനു വേണ്ടി ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനം എന്നെ അത്ഭുതപ്പെടുത്തി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വചനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബൈബിള് തുറക്കും. അപ്പോൾ എന്തു വചനമാണോ കിട്ടുന്നത് ആ വചനം വെച്ചാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ അന്ന് ഞാൻ ഈ ചേച്ചിയുടെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 17-ാം തിരുവചനമായിരുന്നു. ഞാനത് അടയാളപ്പെടുത്തി പോലും വെച്ചിട്ടുള്ളൊരു വചനമല്ല കേട്ടോ. തുറന്നതേ പെട്ടെന്ന് ഞാൻ കാണുന്നത് ആ വചനമാണ്. വചനം ഇങ്ങനെയാണ്: അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു.
അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അതിനു മുമ്പ് പലതവണ ഈ പ്രഭാഷകന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ വചനം ഒരിക്കലും എന്നെ സ്പർശിച്ചിട്ടില്ല. അതായത് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. നമ്മൾ ബൈബിള് വായിച്ചിങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മകന് വേണ്ടിയാണ് ഈശോ ഇപ്പം എൻ്റെ കണ്ണിൽ ഈ വചനം കാട്ടിത്തന്നതെന്ന്. ഞാൻ ഈ വചനം ചാറ്റ് ബോക്സിൽ ആ ചേച്ചിക്ക് പേഴ്സണലായിട്ട് എഴുതിയിട്ടു. ആ ചേച്ചി ഈ വചനം എഴുതിയെടുത്ത് മോന് കൊടുത്തു. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പൊക്കോ, നീ വിജയിക്കുമെന്ന് പറഞ്ഞ് ആ അമ്മ ആ മകനെ യാത്രയാക്കി. പോകുന്ന വഴിയിലെല്ലാം ആ മകനു വേണ്ടി അമ്മ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഈ വചനം തന്നെ പറഞ്ഞാണ് അന്ന് ആ മകനു വേണ്ടി പ്രാർത്ഥിച്ചതും. ആ മകനും ഭാര്യയും ഒക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ദിവസം എത്തി. അധ്യാപകരുടെ മുൻപിൽ തയ്യാറാക്കി വെച്ച നോട്ട്സൊക്കെ വളരെ കൃത്യമായി നല്ല രീതിയിൽ വായിച്ചത് അവതരിപ്പിക്കാനായിട്ട് ആ മകന് കഴിഞ്ഞുവെന്ന് പിന്നീട് ആ അമ്മ എന്നോട് പറയുകയുണ്ടായി. പോയ വഴിയിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും വളരെ നല്ല രീതിയിൽ, അതായത് ആ അമ്മച്ചി പറയുകയായിരുന്നു, ലാപ്ടോപ്പ് തുറന്നപ്പോൾ അത് പ്രസൻറ്റ് ചെയ്ത് തീരുന്നതുവരെ വചനത്തിൻ്റെ ശക്തി ആ മകനിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു എന്നാണ് പറഞ്ഞത്. അമ്മ പറയുമായിരുന്നു, മകന് കുറേ നേരത്തേക്ക് അത് കഴിയുന്നോടം വരെ നല്ല രീതിയിൽ കാണാനും വായിക്കാനും പറ്റിയെന്ന്. പതിവിനേക്കാളേറെ നല്ല രീതിയിൽ കണ്ണിന് ആ കുറേ സമയത്തേക്കൊരു കാഴ്ച ലഭിക്കുന്നതായിട്ട് ആ മകന് ഫീൽ ചെയ്തെന്ന്. അപ്പം നിങ്ങൾ ഓർക്കണേ, ഈ മകനെ ഈ പരീക്ഷയ്ക്ക് ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയം മുഴുവൻ ആ അമ്മ ഈ വചനം പറഞ്ഞ് ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമായിരുന്നുവെന്ന് ആ അമ്മ പിന്നീട് എന്നോട് പറയുകയുണ്ടായി. കാഴ്ചക്കുറവ് മൂലമൊക്കെ വേദനിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഈശോ നിങ്ങളുടെ കണ്ണുകളെ സ്പർശിക്കട്ടെ. കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മൂലം എപ്പോഴും എന്നോട് പ്രാർത്ഥന ചോദിക്കുന്ന ഒരു മകളുണ്ട്. അവൾ ഇന്നിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം മകളെ നീ എഴുതിയെടുത്തോളൂ. പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായം 17 തിരുവചനം. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അതുപോലെ കാഴ്ചക്കുറവുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ മറ്റൊരു വചനമാണ് സങ്കീർത്തനൻ്റെ പുസ്തകം 146 അധ്യായം 8 തിരുവചനം. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് കാഴ്ചക്കുറവ് മൂലം വേദനിക്കുന്ന മക്കൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ പ്രതിസന്ധി സമയങ്ങളിൽ, ആവശ്യ നേരങ്ങളിലൊക്കെ ഈശോ ഇതുപോലെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ പ്രിയമുള്ളവരെ, ബൈബിൾ എടുത്ത് നിങ്ങൾ വായിക്കണം. ഈശോയുടെ സ്നേഹം അതിലൂടെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. വായിക്കുക എന്നാണല്ലോ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈബിൾ എടുത്ത് വായിക്കാം. അതിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. അത് ഒരിക്കലും ഒരു തെറ്റല്ല. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.